അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹമുള്ളവരെ, ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും ഹമീസ് മുഷൈദ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ എല്ലാ പെരുന്നാൾ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥലയായി, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അതിന് ശേഷമായി കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. لبيك كل مع الحب يا الله. رغبة الرحمن في دار النعمة طيبة وبيت الحرام أول بيت للناس تحمينا من الناس زمزم ماء نزلت فيها حمدا لمن سلها فيها معها لمجربوها هنا ثم يقوى للتي من فؤاد ألف ألف للتفاء صوت حمد وشكر للسماء. هذا نداء وعليلا إليك الله لبيك كل مع الحب يا الله. السلام عليكم. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ഓതി നമ്മുടെ സഹോദരൻ ഇർഫാൻ ഇബ്ൻ മുബാറക് മുട്ടപ്പലം, അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന വളരെ ലളിതമായ വാക്കുകളിലുള്ള നമ്മുടെ മാതൃഭാഷയിലുള്ള ഒരു പാട്ടാണ്, നമ്മുടെ മാതൃഭാഷയായ അറബിയിലുള്ള പാട്ട്. ഇൻഷാ അല്ലാഹ്. السلام عليكم. هذا القرآن يوحدنا لطريق الخير يوجهنا. الله تعالى أنزله ورسول الله معلمنا، رسول الله معلمنا. هذا القرآن هو الهادي ويؤخرنا ويواحدنا. أرجو للخير وللعمل لا شيء سوى ليعذبنا. هذا القرآن يوحدنا لطريق الخير يوجهنا. الله تعالى أنزله ورسول الله معلمنا، رسول الله معلمنا. السلام عليكم. تقبل الله منا ومنكم. എല്ലാ സഹോദരന്മാർക്കും MSM കണിയാപുരം യൂണിറ്റിന്റെ ഈദാശംസകൾ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? റഹ്മാൻ യാ റഹ്മാൻ
ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واصبح حياتي قرآن رحمن يا رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واصبح حياتي قرآن رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واصبح حياتي قرآن لله يحفو عملي لله ولمثل كتاب الله من أول بسم الله للتوبية للإخوان رحمن يا رحمن رحمن يا رحمن السلام عليكم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലത്തീഫ് അവിടെ ഇല്ല? അബൂഫാജ് അസ്സലാമു വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ ബെസ്റ്റോ ഒരു മിനിറ്റ്. നമ്മുടെ ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനത പണ്ഡിതന്മാരായ നമ്മുടെ നബീൽ രണ്ടത്താണിയും അതുപോലെ നമ്മുടെ ഷാജിദ് തിരങ്ങാടി എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ബൈപ്പാസ് PGI മൈക്കിലേക്ക് വരിക. ഇൻഷാല്ലാ നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ ഇനി വരേണ്ടതുണ്ട്. അതിൽ ഇൻഷാല്ലാ നമ്മുടെ നബീൽ രണ്ടത്താണിയും നമ്മുടെ ഷാജി തിരങ്ങാടി ഇൻഷാല്ലാ നമ്മൾ ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ബൈപ്പാസ് മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين.
وإذ قال له ربه أسلم قال أسلمت لرب العالمين يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي ولست أبالي لأقتال مسلما على أي ذنب كان لله مصرعي. ഏറ്റവും സ്നേഹാദരണീയരായ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്ക് ആനന്ദിക്കുവാനും ഏറെ ആഹ്ലാദിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഈദുൽ അദ്ഹ എന്ന ബലിപെരുന്നാൾ സുദിനത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ ദിനം നമുക്ക് മുമ്പിൽ വിളിച്ചോതുന്ന സന്ദേശത്തെ, അതുപോലെ തന്നെ ഈ ദിനത്തിന്റെ മഹത്വം അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ സന്തോഷത്തിൽ നാം ഓരോരുത്തരും അംഗങ്ങളാകേണ്ടതെന്ന് സാന്ദർഭികമായി പരസ്പരം ഉണർത്തുകയാണ്. നമുക്കറിയാം, 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന പ്രപഞ്ച സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം അത് മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതാത് സമൂഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 25 പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ പ്രവാചകന്മാരിൽ നിന്നും വീണ്ടും വിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മ് പ്രത്യേകമായ പദവിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല 5 പ്രവാചകന്മാരെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ്, അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരിൽ നിന്നും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം 2 പ്രവാചകന്മാരെ ഉത്കൃഷ്ടരാക്കുകയും പ്രത്യേകമായ മഹത്വവും അതുപോലെ തന്നെ ആ പാത സ്വീകരിക്കുന്ന മുസ്ലിമുകളിലൂടെ അവരുടെ സൽകീർത്തികളും അല്ലാഹു തആല ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ ശ്രദ്ധേയമായ ഒരു പ്രവാചകനാണ് എന്ന കാര്യത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ആരും സംശയിക്കേണ്ടതില്ലല്ലോ. 4000 വർഷം പിന്നിട്ടിട്ടും ആ മഹാനായ പ്രവാചകന്റെ പാത ധരിച്ചുകൊണ്ട് ഇന്നും മുസ്ലിമീങ്ങളായ നാം മുന്നോട്ട് നീങ്ങുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും 25 അല്ലെങ്കിൽ 30 ലക്ഷം വരുന്ന ഹാജിമാർ ഒരേ ദേശത്തിലും അതുപോലെ തന്നെ ഒരേ തക്ബീർ ധ്വനികളുമായി ഒരേ പ്രഖ്യാപനവുമായി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ
ലയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ മില്ലത്ത് ഇബ്രാഹിം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വേണ്ടി ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ യർഅബു അൻ മില്ലത ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം വെടിയുക? തന്നെ വിഡ്ഢിയാക്കിയവരല്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാത്ത, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ പാത തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ പാതയിൽ നിന്ന്, മില്ലത്ത് ഇബ്രാഹിമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ. അതല്ലാത്ത പരലോക ചിന്തയുള്ള, റബ്ബിനെ ഭയപ്പെടുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്, നരകമോചനമാണ് എന്ന് വളരെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരാൾക്കും ഈ പാത വിട്ട് പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹലോകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോകത്ത് അതേപോലെ തന്നെ സജ്ജനങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിന് ഏറ്റവും അദ്ദേഹം ആ രൂപത്തിലേക്ക് അല്ലാഹുവിന്റെ തൃപ്തി നേടി റബ്ബിന്റെ കൂട്ടുകാരൻ എന്ന പദവിയിലേക്ക് ഉയർന്നതിന്റെ പിന്നിലെ കൃത്യമായ കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? ഇത് ഖാലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രഖ്യാപിച്ചു, പറഞ്ഞു കൊണ്ട് ഇബ്രാഹിമേ, നീ ഒരു മുസ്ലിമാകണം. ഖാല, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാനിതാ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആ പ്രവാചകൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്ന, ഋജുവായ മനസ്സുള്ള, ദീനിനെ സ്നേഹിക്കുന്ന, ആ ആദർശത്തിൽ പ്രതിബദ്ധതയുള്ള ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് നീ ഒരു മുസ്ലിമാകണം എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളോടൊക്കെ ആ രൂപത്തിലുള്ള ഒരു കൽപ്പനയാണ് ഒരാള്, ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആള് വളരെ വിനയത്തോടുകൂടി നമ്മോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ തന്നെ, ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളതെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കും? തിരിച്ചു നമ്മൾ പറയുന്നത് എന്തായിരിക്കും? മുസ്ലിമാവുകയെ ഞങ്ങൾ വാപ്പകാലന്മാരായി തന്നെ ഇവിടെ പാരമ്പര്യ മുസ്ലിങ്ങളല്ലേ, അതുപോലെ ഒന്നും ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരല്ലേ, എന്നിട്ട് ഞങ്ങളോട് മുസ്ലിമാകാൻ പറയുകയാണോ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ അല്ലാഹു തആല കൽപ്പിച്ച ഈ മുസ്ലിമാവുക എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു നാമധാരിയാവുകയല്ല, കേവലം ഒരു നാമധാരിയാൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ നാസർ, അബ്ദുള്ള, അതുപോലെ ഖദീജ, ഫാത്തിമ എന്നിങ്ങനെയുള്ള ഒരു നാമം അത് ഉണ്ടാവുക എന്നതല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇഹലോകത്ത് മുസ്ലിമാണ് എന്ന് ഐഡന്റിറ്റി പിന്നെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമെന്നതല്ലാതെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. മറിച്ച് ഇവിടെ പൂർണ്ണമായ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ്? വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഹഖ്ഖ തുഖാതിഹി, മുറപ്രകാരം തന്നെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കേണ്ടി എന്ന. അപ്പൊ അത് ഏതൊരർത്ഥത്തിലാണ്? ജീവിതത്തിന്റെ ആ ഭാഗത്തുള്ള മേഖല മുഴുവനും അല്ലാഹു തആല എന്താണോ റസൂലുള്ളാഹിയോട് കൽപ്പിച്ചത് എങ്കിൽ ആ കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന മേഖലകൾ മുഴുവനും, അഥവാ ഒരു വ്യക്തിയുടെ വിശ്വാസ മേഖല, രാഷ്ട്രീയത്തിന്, അതുപോലെ തന്നെ അവന്റെ കർമ്മമേഖല, സാമൂഹിക മേഖല, വ്യക്തിപരമായ ജീവിതത്തിലെ രഹസ്യ പരസ്യ മേഖല, കുടുംബ മേഖല, അതുപോലെ തന്നെ അവന്റെ സാമൂഹിക മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും
പൂർണ്ണമായും ഇസ്ലാമിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഉജ്ജ്വലമായ ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി അള്ളാഹുവിന് കീഴടങ്ങുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. സൂറത്ത് നമുക്കറിയാം, നമസ്കാരത്തിൽ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, എന്ത് ഇന്ന സ്വലാത്തി വനസ്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഞാനിതാ എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നേർച്ച, എന്റെ സകലമൊക്കെ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. പക്ഷേ ഈ പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും തന്നെ നമസ്കാരങ്ങളിൽ പുറത്തിറങ്ങിയാൽ അല്ലാഹു തആല കൽപ്പിച്ചതിന് അനുസൃതമായി ജീവിക്കണം, അതിന് വിരുദ്ധമായി ജീവിക്കാൻ പാടില്ല. പക്ഷേ പല ആളുകളുടെയും ജീവിതത്തിലെ എല്ലാ മേഖലകളും പരിശോധിച്ച് നോക്കിയാൽ പലരും പലിശയിൽ ബന്ധിതമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ഹറാമാക്കിയ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീധനം പോലെയുള്ള, അതുപോലെ ലോട്ടറി പോലെയുള്ള, മ്യൂസിക് ആസ്വദിക്കുക പോലെയുള്ള, അതുപോലെ തന്നെ പിന്നെ പലതരത്തിൽ അതിനും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളെ നിന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന പലതരത്തിലുള്ള സ്വഭാവ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ കണിശമായി ശിരസാ വഹിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റബ്ബിന്റെ മുമ്പിൽ നാം ഈ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നൽകുന്ന കരാറ് യഥാർത്ഥത്തിൽ അർത്ഥമാണുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദിവസത്തിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ സ്വരൂപിക്കേണ്ട ഏറ്റവും വലിയ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർണായകമായ ജീവിതത്തിന്റെ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ, അത് വളരെ കൃത്യമായി നമ്മൾ ഈ ദിവസത്തിൽ പൂർണ്ണമായും സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തെ പറ്റി വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 95-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഇബ്രാഹിം ഹനീഫ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാർഗം നിങ്ങൾ പിൻപറ്റേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല എന്ന്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവെക്കുന്ന, അഥവാ അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ആരാധനകളാകുന്ന ഇബാദത്തിന്റെ പരിധിയിലുള്ള നേർച്ചകൾ, വഴിപാടുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, സുജൂദുകൾ, അങ്ങനെയുള്ള സത്യം ചെയ്യൽ, അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാത്ത മറ്റു ആളുകളുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അറുക്കുക പോലെയുള്ള അള്ളാഹു തആല വിരോധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഏറ്റവും വലിയ കോപമുള്ള പാപമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ആ ശിർക്ക് പൂർണ്ണമായും അദ്ദേഹം ജീവിതത്തിൽ ഒഴിവാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഗ്രഹാരാധന നടത്തുന്ന സമൂഹത്തിലാണ് ജനിച്ചു വീണത്. മാത്രമല്ല, തന്റെ പിതാവോ കൈകൾ കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അത് കമ്പോളകളിൽ നീക്കപ്പെടുന്ന ഒരു അന്ധവിശ്വാസ ബഹുദൈവാരാധനയിൽ ഒഴുകിക്കുളിച്ച കുടുംബം. ആ കുടുംബത്തിൽ ജനിച്ചു വീണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മകൻ ബാപ്പ ആദർ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി അങ്ങാടി വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അങ്ങനെ പ്രായപൂർത്തിയായത് മുതൽ തന്നെ ഈ നിലപാട് ശരിയല്ല, ഇതൊരിക്കലും തന്നെ ശരിയായ വിശ്വാസമല്ല എന്ന് ഉൾക്കൊണ്ടിരുന്ന ആ പ്രവാചകൻ, ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായ രൂപത്തിൽ ആ ആദർശത്തിനെതിരെ ചിന്തിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ദൗത്യം, ആ പ്രവാചകൻ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് തൗഹീദ് പൂർണ്ണമായും ഉൾക്കൊണ്ട് ആ ശിർക്കിനെതിരെ ശക്തമായി ജാഗ്രത പുലർത്തി ദഅവാ രംഗത്ത് അടിയുറച്ചു നിന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് നമ്മൾ ചെയ്തു പോകാൻ പാടില്ല. ശിർക്ക് കടന്നു വരുന്ന സകല വഴിയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, സൂറത്തുൽ നിസാഇലെ, അതുപോലെ തന്നെ 39-ാം അധ്യായം സൂറത്തുൽ സുമറിന്റെ 65-ാമത്തെ ആയത്ത് തുടങ്ങിയ വ്യത്യസ്ത ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട ഏതെങ്കിലും ഒരു വശം, ഇബാദത്തിന്റെ ഒരു വശം അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അവർക്ക് നരകം ശാശ്വതമാണെന്നും സ്വർഗം അവരുടെ മേൽ നിഷിദ്ധമാണെന്നും അവർ പ്രവർത്തിച്ച അമലുകൾ മുഴുവനും ഒഴിഞ്ഞു പോകുമെന്നും, ഏതുപോലെ ഓട്ടപ്പക്കത്തിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാറ്റിൽ സാധനങ്ങൾ നിറച്ച പോലെ നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥാവിശേഷം കടന്നു വരുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വക്താക്കളായി മാറുന്ന നമ്മൾ ഒരിക്കലും തന്നെ ജീവിതത്തിൽ ശിർക്കിലേക്ക് പോകാൻ പാടില്ല. ശിർക്ക് കടന്നു വരുന്ന സകല വഴിയെക്കുറിച്ചും ശക്തമായി നമ്മൾ ജാഗ്രത പുലർത്തണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അബൂബക്കറെ നീ ശിർക്കിനെ സൂക്ഷിക്കണം,
അത് ഉറുമ്പ് അരിച്ചു വരുന്ന പോലെ അരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, എന്താ നബിയെ, ഞാനൊക്കെ തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ചവനല്ലേ, നിങ്ങളുടെ കൂടെ ഈ രംഗത്ത് തുടക്കം മുതലേ പ്രവർത്തിച്ചു പോരുന്ന ആളല്ലേ, ഞാനൊക്കെ വ്യതിചലിക്കുന്നതാണോ, ഞാനൊക്കെ ശിർക്കിലേക്ക് പോകുമെന്നാണോ, നിങ്ങൾ എന്താ എന്റെ പേര് ശിർക്കാരോപിക്കുകയാണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. മറിച്ച് ഹൃദയത്തോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഞാനത് എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, اللهم إني أعوذ بك أن أشرك بك ما لا أعلم وأستغفرك لما لا أعلم. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ചില പദങ്ങൾ മാറിക്കൊണ്ടുവന്ന ഒരു പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ ഞാൻ നിന്നോട് പൂർണ്ണമായും രക്ഷ തേടുകയാണ് എന്ന് അൻ ഉശ്രിക ബിക വ അന അഅലം, അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ശിർക്ക് ചെയ്യുന്നതിന്, അറിഞ്ഞുകൊണ്ട് ഒരു ശിർക്കും എന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വ അഊദു ബിക, ഞാൻ വീണ്ടും നിന്നോട് രക്ഷ തേടുന്നു. അതുപോലെ തന്നെ മാലാ അഅലം, അല്ലാഹുവേ എന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് അറിയാതെ എന്റെ ജീവിതത്തിൽ നല്ല ശിർക്കും വന്നു പോകുന്നതിനോട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ നമ്മളെ ശിർക്കിലേക്ക് പോകാൻ പാടില്ല. ശിർക്കിന്റെ സകല വഴികളെയും നമ്മൾ അടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുവഹിദുകളായ ആളുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് രംഗത്ത് കടന്നു വരിക എന്നത് വളരെ വലിയ കുറ്റകരമായ കാര്യമാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ യഥാർത്ഥത്തിൽ ഈ മുവഹിദുകളെ ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ ശിർക്കും കുഫറും തിരിച്ചു വാങ്ങി നാളെ റബ്ബിന്റെ കോടതിയിൽ ചെയ്ത വല്ല അമലുകളുമുണ്ടെങ്കിൽ അത് ഈ ആരോപിക്കപ്പെട്ടവരിലേക്ക് അല്ലാഹു എടുക്കുകയും അമൽ തീർന്നുപോയാൽ ഇവരുടെ കയ്യിൽ വല്ല തിന്മകളുമുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുകയും അങ്ങനെ മുശ്രിക്കുകളുടെ കൂടെ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ വിറകായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ശിർക്കാരോപണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് സമ്പത്തും ശരീരവും ആരോഗ്യവും ചെലവഴിക്കുന്ന ആളുകൾ, സംഘടനാ സംഘടന തലക്ക് കയറിയ മനുഷ്യന്മാരെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ആദർശത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ഒരു ഭൗതിക സംരംഭം മാത്രമാണ് സംഘടന. ആ സംഘടന വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും മുൻഗാമികൾ അതിനെ മനസ്സിലാക്കിയ രീതിക്കുമെതിരായി പറഞ്ഞാൽ ഒരിക്കലും അവരെ സ്വീകരിക്കേണ്ടതില്ലെന്നാണ് മുൻഗാമികളായ നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം കൂടെ ആ വിഷയത്തിൽ സാന്ദർഭികമായി ഉണർത്തിയതാണ്, അത് ഉൾക്കൊള്ളണം എന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പൂർണ്ണമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം അത് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തു. അതിനുവേണ്ടി സ്വന്തം വീട് വിട്ട് നാട് വിട്ട് സമൂഹത്തെ വിട്ടുകൊണ്ട് യാത്ര പോകേണ്ടി വന്നു. അനവധി ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളിൽ നമുക്ക് ഇറങ്ങിത്തിരിയുവാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. പലപ്പോഴും പല ആളുകളും ഈ പ്രബോധന മേഖലയിൽ ശക്തമായ രൂപത്തിൽ സ്വാധീനം ചെലുത്താൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? വിമർശനങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അത് സഹിക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇല്ലത്തെങ്ങനെ നമ്മൾ സ്വീകരിക്കും? തിരുക്കുണ്ടാരത്തിൽ ഒഴിയപ്പെട്ട സന്ദർഭങ്ങളുണ്ടായി. സമുദായം അദ്ദേഹത്തെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. സ്വന്തം പിതാവ് പോലും എറിഞ്ഞോടിക്കപ്പെട്ടു. അതുപോലെ തന്നെയുള്ള അനവധി പ്രയാസങ്ങൾ അദ്ദേഹം തരണം ചെയ്തു. അതുകൊണ്ട് ആ മാർഗത്തിൽ മുഹമ്മദ് നബി നിലകൊണ്ടു. ആ റസൂലിനെ പിൻപറ്റിയ സ്വഹാബത്ത് ഒരുപാട് ത്യാഗോജ്ജലമായ ഈ ചൂളകളിലൂടെ ഇസ്ലാമിന്റെ ഈ ഉന്നതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അവർ ത്യാഗം സഹിച്ചു. ഞാൻ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച 2 കവിതകളിൽ ഒന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ? വലസ്തു ഉബാലിഹീന ഉഖ്തുൽ മുസ്ലിമാ അലാ അയ് ജംബിൻ കാന ലില്ലാഹി മസ്റഈ. മഹാനായ ഖുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ഖുബൈബ് റളിയല്ലാഹുവിനെ ശത്രുക്കൾ യുദ്ധക്കളത്തിൽ നിന്ന് ബന്ദിയാക്കി. അങ്ങനെ ബന്ദിയാക്കി അദ്ദേഹത്തെ ചന്തയിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ വില കൊടുത്ത് വാങ്ങിയവർ എന്തിനു കൊണ്ടുപോയതാ? അദ്ദേഹത്തെ അടിമവേല ലഭിക്കാനില്ല. മറിച്ച് ഖുബൈബ് യുദ്ധത്തിൽ കൊന്ന ഒരുത്തനുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളാണ് ആ പിതാവിനെ കൊന്ന പകരം വീട്ടാൻ മക്കൾ വില കൊടുത്ത് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ പട്ടിണിക്കിടുന്നു, ചാട്ടവാറുകൾ കൊണ്ട് മർദ്ദിക്കുന്നു. അദ്ദേഹത്തിനറിയാം ഇനി എനിക്ക് കൂടുതൽ ആയുസില്ല എന്ന്. പക്ഷെ യാതൊരു ഭാവമാറ്റവുമില്ല. അദ്ദേഹം പൂർവാധികം തഖ്വയിൽ ദീനബോധത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ കൊല്ലുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം ആ വീട്ടുതലങ്ങളിൽ ചെങ്ങലയിൽ ബന്ധിച്ചു കിടക്കുന്ന മനുഷ്യൻ ആ വീട്ടുകാരോട് ചോദിക്കുകയാണ്, കത്തി എനിക്ക് തരൂ. കൈ മുറിച്ചോ ചെങ്ങല മുറിച്ചോ രക്ഷപ്പെടാൻ വേണ്ടിയല്ല, മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ റബ്ബിന്റെ സന്നിധിയിലേക്ക് യാത്ര പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ നീണ്ട ചില രോമങ്ങൾ അതുപോലെ നഖങ്ങൾ എനിക്ക് വെട്ടിമാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു തന്റെ നഖം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടുകാരന്റെ ചെറിയ കുട്ടി
ആ കുട്ടി ഇങ്ങനെ തൊട്ടുകുത്തി ആ റൂമിലേക്ക് കടന്നു വന്നു. വളരെ സ്നേഹത്തോട് ഹൃദയവതിയെല്ലാം ആ കുട്ടിയെ ഇരുത്തി മടിയിലിരുത്തി അങ്ങനെ നഖം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് വീട്ടുകാരൻ പറഞ്ഞു, എന്താണ് അവസ്ഥ? ഞാൻ നാളെ കൊല്ലാൻ പോകുന്ന ഒരുത്തന്റെ കയ്യിൽ എന്റെ കുട്ടിയാണ് അല്ലെ? ഇന്നത്തെ മുസ്ലിമുകളാണെങ്കിൽ എന്താ ചെയ്യാ? ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് വിചാരത്തിനപ്പുറം ചില വികാരജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. നീതിരവൃത്തത്തിൽ ഇരുന്നു കൊണ്ട് ചില യുവാക്കളുടെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഉഹുദും ഖൈബറും ഹന്തക്കും മില്ലത്ത് ഇബ്രാഹിമും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രങ്ങളെ അസ്ഥാനത്ത് വളച്ചൊടിച്ച് തങ്ങളുടേതായ ചില ഉദ്ദേശങ്ങളിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട പല യുവാക്കളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ചിന്ത എന്താണെന്നത് ഏതാനും ഉദ്ദേശത്തിന് നമ്മളെ ആക്രമിച്ചവരെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കണ്ടോനെ തട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു സംസ്കാരം സഹാബത്ത് ആരും സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ വീട്ടുകാരന്റെ കുട്ടി എന്റെ കയ്യിലാണ്, ഏതായാലും വീട്ടുകാരന്റെ നാളെ കൊല്ലുകയാണ്, ഏതായാലും കുട്ടിയുടെ തലം ചെത്തിക്കളയാം എന്ന് ചിന്തിച്ചോ? ഇല്ല. വീട്ടുകാരൻ പതച്ചു നിൽക്കുമ്പോൾ, അത്ഭുതപ്പെട്ട് ബേജാറായി നിൽക്കുമ്പോൾ, ശ്വാസം വിടാൻ പോലും പേടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വീട്ടുകാരനെ കണ്ട ഹുദൂറുള്ളാഹുന്നു ആ കുട്ടിയെ തിരിച്ച് കയ്യിൽ കൊടുത്തു, കത്തിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ധരിച്ചു നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, കാരണം നാളെ നീ എന്നെ കൊല്ലാൻ പോവുക, നിന്റെ കുട്ടിയാണല്ലോ എന്റെ കയ്യിൽ, അങ്ങനെ ഞാന് ആ കുട്ടിയെ കൊല്ലുമെന്നാണ്. അല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്താൽ, അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നീയും ഞാനും ഒരുപോലെയാകും. ഒരിക്കലും തന്നെ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്നാണ്. പിറ്റേന്ന് സുബഹി നമസ്കാരത്തിന് ഹുദൂറുള്ളാഹുവിനെ കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെങ്ങലയിൽ ബന്ധിച്ച് അടിച്ച് തെളിച്ചല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് നമസ്കാര ശേഷം അദ്ദേഹം സമാധാനത്തോടുകൂടി പോവുകയാണ്. അങ്ങനെ പോയതിന് ശേഷം അവിടെ ഒരു കുന്നിൻ ചെരുവിൽ അദ്ദേഹത്തിന് ഈന്തപ്പഴത്തടിയിൽ കുരിശ് വലിച്ച് ആ കുരിശിലേക്ക് അദ്ദേഹത്തെ കയറ്റുന്നതിന് മുമ്പ് ചോദിച്ചു, ഹുബൈബ്, താങ്കളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അപ്പോൾ പോലും എനിക്ക് എന്റെ കുട്ടികളെ കാണണം, ഭാര്യയെ കാണണം, എനിക്ക് നാട്ടിലൊന്ന് തിരിച്ചു പോകണം എന്നല്ല പറഞ്ഞത്, 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മുറിവുള്ള ശരീരത്തിലേക്ക് ഉണവിന്റെ വെള്ളങ്ങൾ തട്ടുമ്പോൾ ശക്തമായ വേദന അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട, ജീവിതത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയ, ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കലാണ്, അല്ലാഹുവിന്റെ നിക്കാഹാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശക്തിക്ക് മുമ്പിൽ ആ വേദനകളെല്ലാം ചോർന്നുപോയി. അങ്ങനെ അദ്ദേഹം വേഗം നമസ്കരിച്ച് സലാം കിട്ടി. അപ്പൊ ശത്രുക്കൾ ചോദിച്ചു, അല്ലെന്ന് എത്ര പെട്ടെന്ന് നമസ്കരിച്ചത്? കൂടുതൽ നമസ്കരിക്കുവാനും ദീർഘമായി സുജൂദിൽ കിടക്കുവാനും എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ നമസ്കാരം നീട്ടിയാൽ ഹുദൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ പറയും. അത് ഒരിക്കലും എനിക്കില്ല, ഒരിക്കലും എനിക്കതില്ല. അങ്ങനെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ സന്തോഷത്തോടുകൂടി ആ കുരിശിലേക്ക് കയറി നിന്ന് കൊടുത്തു. ഇഞ്ചിഞ്ചായ ആളുകൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോഴും അദ്ദേഹം വേദനകൾ സഹിച്ചുകൊണ്ട് ഷഹാദത്തുകൾ മുകളിലിട്ട് ആ ശത്രുക്കളെ നോക്കി പാടിയതാണ് ഇസ്ലാമിൽ സുന്ദരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പറഞ്ഞത്? ആ രൂപത്തിൽ പാടിക്കൊടുക്കുകയാണ്. ശത്രുക്കളോട് ഹുബൈബ് നിങ്ങളോട് അമർഷം പ്രകടിപ്പിക്കുന്നില്ല, ഹുബൈബ് നിങ്ങളെ തെരുവിളിക്കുന്നില്ല, ഹുബൈബ് ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കുന്നില്ല. എന്തിനാണ് ഞാൻ ആക്ഷേപിക്കേണ്ടത്? ഞാൻ മരിക്കുന്നത് പൂർണ്ണമായ മുസ്ലിമായി തന്നെ. അതുകൊണ്ട് നിങ്ങളെന്നെ ഏത് കുപ്പത്തൊട്ടിയിലിട്ട് കൊന്നാലും ശരി, എനിക്ക് സ്വർഗം കിട്ടുമെങ്കിൽ ഹുബൈബിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ആ ആർജവമാണ് യഥാർത്ഥത്തിൽ മില്ലത്ത് ഇബ്രാഹിം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ലാ ഇലാഹയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, അറിവ് കൊണ്ട് നമ്മൾ ഏത് രൂപത്തിലും നമ്മൾ ചിലവഴിക്കണം. കാരണം അല്ലാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രതിഫലം നൽകുന്ന പ്രബോധനം അതാണ്. മൂന്നാമതായി കൊണ്ട് അദ്ദേഹത്തിന്റെ അർപ്പണബോധമാണ്. അദ്ദേഹത്തെ അല്ലാഹു തആല തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം അതാ സ്വന്തം ഭാര്യയെയും മകനെയും ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ഇത്ത സമയത്ത് അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് തിരിച്ചു പോരുമ്പോൾ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആരോരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണോ? തിരിഞ്ഞ് അതേ എന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധം ഹൃദയത്തിൽ ദുഃഖമടക്കി പിടിച്ചു മുന്നോട്ട് പോയ ഇബ്രാഹിം നബിയോട് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്ന് ഇനി അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ പോകുന്നത്? അതെ, എങ്കിൽ താങ്കൾ കേൾക്കൂ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു അർപ്പണ ബോധം ആ ഭാര്യയ്ക്കുണ്ടായി, ആ ഒരു ബോധമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവിടെ സംസം എന്ന് പറയുന്ന ആ പവിത്രമായ ജലം അല്ലാഹു തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റടിച്ചപ്പോൾ അല്ലാഹു തആല നൽകിയത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു അർപ്പണ ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇബ്രാഹിം നബിയിലൂടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലോ ഇന്ന് അർപ്പണ ബോധമില്ല. കച്ചവടം കുറച്ച് മോശമാണ്, അതൊന്ന് ലെവലാക്കാൻ കുറച്ച് പലിശ ലോൺ എടുക്കാം, ബാങ്കിൽ ലോൺ എടുക്കാം, ആധാരം പണയം വെക്കാം, ചിന്തിക്കുകയാണ് നമ്മൾ. നമുക്ക് തവക്കുൽ ബോധമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ അർപ്പണ ബോധവും തവക്കുൽ ബോധവും ഉണ്ടായതുപോലെ നമുക്കുണ്ടോ? ഇല്ല, പല ആളുകളും മക്കൾക്ക് എത്തിക്കുന്ന സ്ത്രീധനം കൊടുത്തുകൊണ്ടാണ്, അതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങിക്കൊണ്ടാണ്, അതുപോലെ തന്നെ അളവിൽ തൂക്കത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ്.
അതുപോലെ തന്നെ ദീനിയായി ജീവിച്ചാൽ അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന ചിന്തയാണ് സത്യത്തിൽ ഈ അർപ്പണ ബോധം. അതുപോലെ തന്നെ തവക്കുൽ ബോധം, ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലൂടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മൾ ആരും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നൊക്കെ തിരിച്ചറിവിന്റെ ചിഹ്നങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഓം നമ ശിവായ എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മൾ പറയുന്നത് ഹിന്ദുവിന്റെ വീടാണ്. എന്നിൽ വരവേൽപ്പിച്ചവർ വിജയം പ്രാപിച്ചു മത്തായി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ക്രിസ്ത്യാനിയുടെ വീടാണ്. തവക്കൽത്തു അലല്ലാഹ് സ്റ്റിക്കർ കണ്ടാ പറയും അതൊരു മുസ്ലിമിന്റെ വീടാണ്. അല്ലാതെ കേവലം സ്റ്റിക്കറിൽ ഒതുങ്ങി എന്നതല്ലാതെ ജീവിതത്തിൽ ആ അർപ്പണ ബോധമില്ല, ആ തവക്കുൽ ബോധമില്ല, ആ കടമ നിർവഹിക്കുന്നില്ല, അതുപോലെ തന്നെയുള്ള സംസ്കാരങ്ങളില്ല. അതുകൊണ്ട് അതെല്ലാം ഈ ദിവസത്തിൽ നമ്മൾ പൂർണ്ണമായി സ്വരൂപിച്ചെടുക്കണം. മാത്രമല്ല ഇന്ന് മതമേഖല സങ്കീർണമായ അന്തരീക്ഷത്തിലാണുള്ളത്. അതുപോലെ ഒരുപാട് പുതിയ ചിന്താധാരകളും പുതിയ തരത്തിലുള്ള വാദങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെയെല്ലാം പ്രമാണത്തിൽ അധിഷ്ഠിതമായി നിൽക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഫഇന്നഹു യശ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ അലൈക്കും ബിസുന്നതി സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ അൽഖു അലൈഹാ ബിന്നവാജിബ്. റസൂലുള്ളാഹി പറയാണ് സ്വഹാബത്തിനോട്, എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ. അതുകൊണ്ട് ആ തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങണം. ഏതാണ് സുന്നത്ത്? സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. ആ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. അവിടുന്ന് ദീൻ കേട്ടുപഠിച്ചൊരു ഇഞ്ച് പോലും കൂട്ടാതെ കുറക്കാതെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അത് ജനസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഖുലഫാകളുടെ മാർഗം, ആ ഖുർആനും സുന്നത്തും ആ മാർഗമനുസരിച്ച് നിങ്ങൾ മുറുകെ പിടിക്കുക. അൽഖു അലൈഹാ ബിന്നവാജിബ്, അണപ്പല്ല് ചേർത്ത് നിങ്ങൾ കടിച്ചു പിടിക്കുക എന്നാണ്. ഉളിപ്പല്ലാണ് പല്ലുകളുടെ കൂട്ടത്തിൽ മൂർച്ചയുള്ളതെങ്കിലും അതുകൊണ്ടല്ല പിടിക്കാൻ പറഞ്ഞത്, മറിച്ച് അണപ്പല്ല് ചേർത്ത് പിടിക്കണം. എന്തുകൊണ്ട്? ചെറുക്ക് പിടിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മുറുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ കുതറിപ്പോകുന്ന അവസ്ഥാവിശേഷം കടന്നു വരുമെന്നാണ്. മാത്രമല്ല അത്തരത്തിലുള്ള അവസ്ഥാവിശേഷം ഇന്ന് ഈ കേരളത്തിൽ തന്നെ കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മഹത്തായ തൗഹീദി പ്രബോധന പ്രസ്ഥാനം ഇതിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ നിർമ്മിച്ചതും പടുത്തുയർത്തിയതും പൂർണ്ണമായും ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ്, തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് കൊണ്ടുവരാനാണ്, ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ ഇതിന്റെ സംരംഭങ്ങൾ മുഴുവനും സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ദേഹേച്ഛയ്ക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി, ചില വ്യക്തികളോട് അമർഷം തീർക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ചില ആളുകളുടെ മനസ്സിൽ രൂപം കൊണ്ട ചിന്തകൾക്ക് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന്റെ കേരള ജംഇയ്യത്തുൽ കേന്ദ്രം പോലെയുള്ള ഈ ലേബലുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രബോധന മേഖലയിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും നമുക്കിടയിൽ തന്നെ ഉൾത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ഫിത്നകൾ വ്യാപകമായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സ് മടുത്ത് ഇനി ഞാൻ ഒന്നിനുമില്ല, ഞാനിങ്ങനെ പഴയ മറ്റത്തിങ്ങനെ നീ ജീവിച്ചു പോവുകയാണ്, എനിക്ക് അതും വേണ്ട ഇതും വേണ്ട മറ്റതും കേൾക്കണ്ട അത് കേൾക്കണ്ട എന്ന് പറയുന്നൊരു അവസ്ഥാവിശേഷം നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഈ മാർഗത്തിൽ കല്ലും നെല്ലും വേർതിരിച്ച് പരമാവധി സ്വഹിയായ ഹദീസുകളുടെ മുൻഗാമികളുടെ പാത പിൻപറ്റിക്കൊണ്ട് നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരിക്കലും തന്നെ നഷ്ടമില്ലെന്ന് മാത്രമല്ല നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഇന്ന മിൻ വറാഇകും അയ്യാമൻ അസ്സബ്റു ഫീഹിന മിസ്ലുൽ ഖബ്ദി അലൽ ജംർ. എന്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ നന്മയിലൂടെ ജീവിക്കുന്നവൻ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. ഒരു നന്മ സ്വീകരിക്കാൻ, ഒരു നന്മ പ്രബോധനം ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇവിടെ. തീക്കനെ കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ആ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ വിട്ടുകളയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവും. അന്ന് അതെല്ലാം സഹിച്ചുകൊണ്ട് ആ പുണ്യം നേടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് 50 ആളുകൾ ചെയ്ത പ്രതിഫലം അന്ന് ഒരു വ്യക്തിക്ക് തന്നെ ലഭിക്കുമെന്നാണ്. സഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, നബിയേ റസൂലല്ലാഹ്, ഞങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം അന്നൊരാൾക്ക് കിട്ടുമെന്നാണോ, അല്ല അന്നത്തെ 50 ആളുകളുടെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നാണോ? റസൂലുള്ളാഹി പറഞ്ഞു അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം. ഒരു സ്വഹാബിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എത്രയാണ്? നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്വർണ്ണമല കണക്കെ ദാനം ചെയ്താലും ഒരു സ്വഹാബി വാരിയിടുന്ന ഒരു മുത്തിന്റെ ഒരു സ്വാഹിന്റെ അടുത്തേക്ക് അത് എത്തൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത്രയും സ്ഥാനമാണ് സ്വഹാബത്തിനുള്ളത്. അങ്ങനെ സ്ഥാനമുള്ള 50 സ്വഹാബികൾ ഒരു നന്മ ചെയ്താൽ, ഒരു പുണ്യം ചെയ്താൽ, ഒരു സുന്നത്തിന്റെ പിന്നാലെ പ്രതിബദ്ധതയോടുകൂടി നീങ്ങിയാൽ
ആ 50 സ്വഹാബികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇന്ന് ഈ സങ്കീർണമായ കാലഘട്ടത്തിൽ ഈ തരത്തിൽ നന്മയുടെ വാഹനത്തിൽ ലഭിക്കുമെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലെയും ആരനുസരിക്കുന്നുവോ അവര് അള്ളാഹു തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ കൂടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിനം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും നിർണായകമായ ഈ 3 ദിനങ്ങൾ നമ്മൾ ഈ മില്ലത്ത് ഇബ്രാഹിം സ്മരിക്കുമ്പോൾ ഇതിൽ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ട വളരെ നിർണായകമായ ഈ 5 പോയിന്റുകൾ നാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഈമാനുമായി ഇസ്സത്തുമായി ഇസ്ലാം എന്ന പരിശുദ്ധ മതത്തെ ഒരു വലിയ ഇസ്സത്തായി, ഒരു വലിയ സൗഭാഗ്യമായി, ഹിദായത്തിനെ ഒരു വലിയ ഖൈറായി, ഒരു വലിയ ഗിഫ്റ്റായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ ശ്രോതാക്കളും തയ്യാറാകണം. ഈ സമയം വരെ ഇത് ശ്രമിക്കുവാൻ സന്നദ്ധരായ എന്റെ പ്രിയപ്പെട്ട MIC-യിലെ ശ്രോതാക്കളോട് പ്രത്യേകമായി ഞാൻ ഈ ഈദ് ആശംസ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد اقول قولي هذا استغفر الله لي ولكم واستغفر المسلمين من كل ذنب انه هو الغفور الرحيم السلام عليكم ورحمه الله تعالى وبركاته. അസ്സലാമു അലൈക്കും. അടുത്ത നെക്സ്റ്റ് നബീൻ രണ്ടൊക്കെ السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله على محمد وعلى آله وأصحابه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. പ്രിയപ്പെട്ട MICR ശ്രോതാക്കളെ, ഏവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗപൂർണമായ ജീവിത സ്മരണകൾ അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃകാപൂർണമായ ജീവിതം കൃത്യമായി അനുധാവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. ആ മാതൃക പൂർണ്ണമായും സ്വീകരിക്കുകയും ഇബ്രാഹിമീ മില്ലത്തിലൂടെ മുന്നോട്ടു പോകുവാൻ നിരന്തരം നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കരുതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാണ്. അദ്ദേഹം തന്റെ പിതാവിനെ അള്ളാഹുവിന്റെ ദീനിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്ന
കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമാ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്തു തരാത്ത ഒരു ആരാധ്യന്മാരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന ചോദ്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് മാത്രമല്ല, സമൂഹത്തോടും രാജാവിനോടും എല്ലാവരോടും ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇങ്ങനൊരു ചോദ്യം തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഉയർത്തുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൃത്യമായ അറിവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ പിതാവിനെ നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇപ്രകാരമാണ് വ്യക്തമാക്കുന്നത്. യാ അബതി, എൻ്റെ പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, ഞാൻ ഒരു അറിവുമായി വന്നതാണ്. മാലനിക, താങ്കൾക്ക് അറിവ് വന്നെത്തിയിട്ടില്ല. തൻ്റെ പിതാവിന് ലഭിക്കാത്ത ഒരറിവ് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അറിവുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. അഹ്ദിക സിറാത്തൻ സവിയ്യ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പിതാവിനോട് അദ്ദേഹം പ്രബോധനം നടത്തുന്നത്. വിഗ്രഹ നിർമ്മാതാവായിരുന്ന, വിഗ്രഹാരാധകരായിരുന്ന തൻ്റെ പിതാവിനോട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവ്, അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ അറിവ് നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം, നിങ്ങൾ എന്നെ പിൻപറ്റുന്ന പക്ഷം, തീർച്ചയായും നിങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ എനിക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തൻ്റെ പിതാവിന് ലഭിക്കാത്ത, തൻ്റെ നാട്ടുകാർക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ അറിവെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, വഹയിലൂടെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ്. സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ചതമ്പുരാനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. ആ പടച്ചതമ്പുരാനോട് മാത്രമേ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, അതേപോലെ തന്നെ സന്തോഷവും സന്താപവും ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പാടുള്ളൂ എന്ന ഏറ്റവും മൗലികമായ തത്വം. ഈ മൗലികമായ തത്വമാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം തന്റെ പിതാവിനോടും തന്റെ നാട്ടുകാരോടും തന്റെ സമൂഹത്തോടും രാജാവിനോടും എല്ലാം അദ്ദേഹം പ്രബോധനം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഉത്തമ സമുദായമായിരുന്നു അദ്ദേഹം. മാതൃകാ പുരുഷനായ പ്രവാചകനായിരുന്നു അദ്ദേഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ആരാധനയുടെ ഏറ്റവും പ്രസക്തമായ വശങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകുക, ആരാധന അള്ളാഹുവിന് മാത്രം നൽകുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മൗലികമായ സന്ദേശം. ആ സന്ദേശം സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ ഏറെക്കുറെ മിക്കവാറും സമയം അദ്ദേഹം ചെലവഴിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമതായി ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, തൗഹീദിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ആ ഉത്തരവാദിത്തം അദ്ദേഹം പൂർണ്ണമായും നിറവേറ്റുകയും ഇബ്രാഹിം അല്ലദീ വഫ, തന്റെ ദൗത്യം അദ്ദേഹം പൂർണ്ണമായും നിർവഹിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ആ ഇബ്രാഹിം ഈ മാർഗം നമ്മൾ ജീവിതത്തിൽ പൂർണ്ണമായും പിന്തുടരണം. അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിർണായകമായ സന്ദർഭങ്ങളിൽ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയായിരുന്നു. പടച്ചതമ്പുരാനോട് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം തീർച്ചയായും പ്രാർത്ഥന കേൾക്കുവാനും അതിനുത്തരം നൽകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് പ്രാർത്ഥനകൾ ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം തന്നെ അദ്ദേഹം അള്ളാഹുവിന് മാത്രം നൽകിയതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം, പ്രാർത്ഥന കേൾക്കുന്നവൻ പടച്ചതമ്പുരാനാണ്, എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ പടച്ചതമ്പുരാനാണ് എന്ന ഉറച്ച ബോധ്യമായി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏറെക്കാലം പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ ഈ പ്രസംഗവേദിയിൽ മുന്നേറുകയും ചെയ്ത ആളുകൾക്ക് പോലും
ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. അള്ളയല്ലാത്ത ആളുകൾ പ്രാർത്ഥന കേൾക്കുമോ എന്ന സംശയത്തിലാണ്. കേൾക്കുമെന്ന് ബഹുജനങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുവാൻ ചില ആളുകൾ ദൃഢരാകുകയാണ്. അള്ളാഹു അല്ലാത്ത മലക്കുകൾ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അവർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥം പൊതുജന സമൂഹത്തിന് മുമ്പിൽ പുതിയ വാദങ്ങളായി എഴുന്നള്ളിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സ്മരിക്കുന്നത് നമുക്ക് ഏറെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് നമുക്ക് കാണാം. അതിൽ അദ്ദേഹം പറയുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ. അദ്ദേഹവും തന്റെ മകനും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കാബയുടെ അസ്ഥിവാരം പടുത്തുയർത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 167-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 127-ാമത്തെ വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ. നാഥാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. എന്താണ് കാരണം? ഇന്നക അൻതസ് സമീഉൽ അലീം. തീർച്ചയായും നീയാണ് എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്നവനെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്ത്, എല്ലാം കേൾക്കുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്നവൻ, അത് പടച്ച തമ്പുരാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് താൻ ചെയ്ത ഏറ്റവും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം, അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ആ കഅബയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അത് സ്വീകരിക്കണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ അദ്ദേഹത്തിൻ്റെതായ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവിടെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നു, ഇന്ന റബ്ബീ ലസമീഉ ദുആ. തീർച്ചയായും എന്റെ റബ്ബ് അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൈഹി ബനി ഇസ്മാഈല വ ഇസ്ഹാഖ്. എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും പ്രദാനം ചെയ്ത പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, ഇന്ന റബ്ബീ ലസമീഉ ദുആ. തീർച്ചയായും എന്റെ റബ്ബ് അവനാണ് പ്രാർത്ഥന കേൾക്കുന്നത്. പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്. ഈ സിഫത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ പങ്കുചേർക്കുവാൻ പാടില്ല. അള്ളയല്ലാത്ത മലക്കുകളോ ജിന്നുകളോ പ്രാർത്ഥന കേൾക്കുമെന്ന് സംഘടനാ താല്പര്യത്തിനു വേണ്ടി നമ്മൾ തട്ടിവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തിൽ പങ്കുചേർത്തുകൊണ്ട് നമ്മൾ നിത്യനരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് ഓരോ ആളുകളും ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും സങ്കുചിതമായ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ മൗലികമായ ആശയങ്ങളെ പോലും തകിടം മറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രാധാന്യം ആവർത്തിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ മനസ്സിലുള്ളത് അറിയുന്നവൻ പടച്ച തമ്പുരാനാണ്. നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് അറിയുന്നവൻ പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ യാതൊന്നും ഒളിപ്പിച്ചു വെക്കുവാൻ സാധ്യമല്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രാർത്ഥന തുടരുന്നത്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു മാ നുഖ്ഫീ വമാ നുഅ്ലിൻ. ഞങ്ങൾ പൂർണ്ണമായും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും നാഥ നീ അറിയുന്നു. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശങ്ങളിലോ ഭൂമിയിലോ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുവാൻ സാധ്യമല്ല. മനുഷ്യ മനസ്സിന്റെ തേറ്റങ്ങൾ അറിയുന്നവൻ പടച്ച തമ്പുരാനാണ്. മനസ്സിൽ യാതൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. മനുഷ്യന്റെ മനസ്സുകളിലുള്ളവൻ അറിയുന്നവൻ പടച്ച തമ്പുരാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. മനുഷ്യ മനസ്സുകളിൽ നിന്ന് വരുന്ന തേട്ടമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥന അത് അള്ളാഹു മാത്രമേ കേൾക്കുകയുള്ളൂ. അത് മറ്റാരെങ്കിലും കേൾക്കുമെന്ന് വാദിച്ചാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്നാണ് അവർ ബഹുദൂരം വഴിവെച്ചു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിലൂടെ പഠിപ്പിച്ചു. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഒരിക്കലും കേൾക്കുകയില്ല. വൈൻസമിയോമസ്തജാബൂലക്കും, എനിക്ക് കേട്ടു എന്ന് സങ്കല്പിച്ചാലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയും ചെയ്യുകയില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുവാൻ ഏറ്റവും അർഹൻ പടച്ച തമ്പുരാൻ മാത്രമാണ്. ആ പടച്ച തമ്പുരാനെ പൂർണ്ണമായും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദുആ കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിന്റെ വികാരങ്ങൾ അറിയും എന്ന ഉറപ്പോടുകൂടിയാണ്
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവോട് ആവശ്യപ്പെട്ടത് ഏറ്റവും സമാധാനപൂർണമായ ഒരു ജീവിതം പ്രത്യേകിച്ചും മക്ക രാജ്യത്ത് ഉണ്ടാകണമെന്നാണ്. അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഈ നാടിനെ പൂർണ്ണമായും സമാധാനപൂർണമായ നാടാക്കി മാറ്റണമേ. എല്ലാ രൂപത്തിലുമുള്ള അമ്നും ഈ പ്രദേശത്ത് നാഥാ നീ നൽകണമേ. വജ്നുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പൂർണ്ണമായും നീ സംരക്ഷിക്കുകയും അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാടിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു സമൂഹത്തിലും പൂർണ്ണമായ സമാധാനവും ശാന്തിയും നിലകൊള്ളുമ്പോൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദിക്റുകളും ദുആകളുമായി അവനെ ആരാധിച്ചുകൊണ്ട് പൂർണ്ണമായും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കുവാനും പടച്ചതമ്പുരാനോടുള്ള കടമകൾ നിർവഹിക്കുവാനും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനുമുള്ള ഒരു സാഹചര്യം എല്ലാ നാട്ടിലും ഉണ്ടാകണം. ദീനിന്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ അസ്വസ്ഥതയുണ്ടാകുകയും ആളുകൾക്കിടയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. മറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ സമാധാനവും അതേപോലെ തന്നെ ശാന്തിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടാകണം. മാത്രമല്ല പടച്ചതമ്പുരാനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പൂർണ്ണമായും ഫലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പടച്ചതമ്പുരാനെ നിരന്തരമായി ഓർക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരം ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് ചോദിച്ചത്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത്, നാഥാ നീ എന്റെ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ. വമിൻ ദുരിയത്തി, എന്റെ സന്താനങ്ങളെയും നിർബന്ധ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്താണ് നമസ്കാരം നിലനിർത്തുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാവിധ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവിധ വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം ഒരു വിശ്വാസിയെ പൂർണ്ണമായും തടഞ്ഞു നിർത്തുകയും പൂർണ്ണമായും അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നബിയുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു അരുവി ഒഴുകിപ്പോവുകയും ആ അരുവിയിൽ നിങ്ങൾ ഒരു ദിവസം 5 നേരം ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല ചെളിയും വല്ല പൊടിയും വല്ല ചേറും ബാക്കിയാകുമോ? പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞു, ഇല്ല. അതേപോലെയാണ് 5 നേരത്തെ നമസ്കാരം. കൃത്യമായി പടച്ചതമ്പുരാന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണമെന്ന ഉദ്ദേശത്തോടുകൂടി 5 നേരത്തെ നമസ്കാരത്തിലൂടെ നമുക്ക് ജീവിതത്തിന്റെ പൂർണ്ണമായ സംശുദ്ധി നിലനിർത്തുവാൻ സാധിക്കുന്നു. ആ നമസ്കാരം നിലനിർത്തുക എന്നത് പടച്ചതമ്പുരാനെ എന്നോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയും അത് നിലനിർത്തുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ തനിക്കും തന്റെ സന്താനങ്ങൾക്കും അതുണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. മാത്രമല്ല റബ്ബനാ വ തഖബ്ബൽ ദുആ, ആവർത്തിച്ച് ദുആ സ്വീകരിക്കുന്നവൻ പടച്ചതമ്പുരാനാണ്. ദുആ സ്വീകരിക്കുന്ന നാഥ നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. വീണ്ടും അദ്ദേഹം തന്റെ റബ്ബിന്റെ മുമ്പിൽ തന്റെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. റബ്ബനാ അഗ്ഫിർലി വലിവലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, അതാ ഈ ഞങ്ങളെ ഹിസാബിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നാഥാ നീ പുറത്തു തരണമേ എന്ന് റബ്ബിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ആ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ നാഥാ നീ ഞങ്ങളെ നിന്ദിക്കരുത് എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പാഠമുണ്ട്. അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ നമുക്ക് പാഠമുണ്ട്. അദ്ദേഹത്തിന്റെ നിശ്ചയകാര്യങ്ങളിൽ നമുക്ക് പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഉമ്മത്ത് എന്ന തീർത്തും മാതൃകാ പുരുഷനായ പ്രവാചകനാണ്. ആ മാതൃകാ പുരുഷനായ പ്രവാചകന്റെ ജീവിതം പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ വഅന അവ്വലുൽ മുസ്ലിമീൻ, എനിക്ക് മുസ്ലിമീങ്ങളിൽ ഒന്നാമനായി മാറുവാൻ സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിമാവുക,
അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഒഴുകി പ്രവേശിക്കുക. ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുന്ന പൈശാചികമായ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. തീർച്ചയായും പിശാചി നിങ്ങളുടെ ഏറ്റവും വലിയ മുഖ്യ ശത്രുവാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന്, വിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവനെ നമ്മളെ തെറ്റിച്ചു കളയാൻ വേണ്ടി നിരന്തരമായി പണിയെടുപ്പിക്കും. നമ്മുടെ തൗഹീദിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി ആ പിശാചി പരിശ്രമിക്കും. പിശാചിന്റെ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി പുതിയ പുതിയ നിർവ്യാഖ്യാനങ്ങളുമായി പിശാചി സമൂഹത്തിൽ ഇറങ്ങും. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ അല്ലാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കുവാൻ നമ്മൾ നിരന്തരമായി പണിയെടുക്കുകയും ഇബ്രാഹിമിന്റെ മില്ലത്ത് പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്ന മാർഗത്തിലൂടെ മുന്നേറുവാൻ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രതിജ്ഞ പുതുക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഖലീലായി തിരഞ്ഞെടുത്തതുപോലെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ അയ്യാമത്ത് ശരീഫിന്റെ നാളിൽ ദിക്റുകളിലും അതേപോലെ തന്നെ ദുആകളിലും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ അയ്യാമത്ത് ശരീഫിന്റെ 13ന്റെ അസ്ർ വരെ അല്ലാഹുവിനെ വാഴ്ത്തുകയും പൂർണ്ണമായും തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങൾ നമുക്ക് സന്ദേശിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള ദിവസമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുമ്പോഴും അല്ലാഹുവിനെ മറന്നുകൊണ്ടോ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടോ പടച്ച തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ രൂപത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടോ ആകരുത് നമ്മുടെ ആഘോഷം ഒരിക്കലും ആഭാസമാകുവാൻ പാടില്ല. മറിച്ച് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് എല്ലാം അല്ലാഹു സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിമി മില്ലത്ത് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പണിയെടുക്കുവാനും അവന്റെ തൗഹീദിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും നമുക്ക് സാധിക്കണം. ഏറ്റവും കൂടുതൽ ശിർക്ക് വിദഅത്തുകൾ സമൂഹത്തിൽ വ്യാപകമാകുന്ന ഒരു സന്ദർഭമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണോ ഈ ശിർക്കിനെതിരെ പോരാടിയത്, അതിനേക്കാളും ശക്തമായ രൂപത്തിൽ പോരാടേണ്ട ഒരു സന്ദർഭമാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കേണ്ടവർ വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ പടച്ച തമ്പുരാനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന പ്രതിജ്ഞ പുതുക്കിയതിനു ശേഷം അല്ലാഹുവോട് നമ്മൾ തേടുകയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നിന്റെ നേരായ ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് റബ്ബിനോട് മാത്രം തേടുവാൻ വേണ്ടി റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ പ്രാർത്ഥനയാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുവാൻ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന റബ്ബിനോട് മാത്രം തേടേണ്ട നേട്ടം അബ്ദുല്ലാത്ത യാശീഖ് മുഹീദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്നുപോലും ഇന്ന് സമൂഹത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇബ്രാഹിമെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. തൗഹീദിനു വേണ്ടി പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഇൻ തൻസുറുല്ലാഹു യൻസുറുക്കും വയസ്തബ്ബിത് അഖ്ദാമക്കും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങളെ ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന അല്ലാഹുവിന്റെ വാദ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് തീർച്ചയായും നമുക്ക് പുനരുദ്ധരണം ചെയ്യും. അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കൂടുതൽ പടച്ച തമ്പുരാനിലേക്ക് മടങ്ങിക്കൊണ്ട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനാനിരതമായ ജീവിതവുമായി മുന്നോട്ട് നീങ്ങുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈദാശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ അബദ്ധങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഏത് നമസ്കാരവും നമ്മുടെ ബലികർമ്മവും മറ്റുള്ള ആരാധനകളുമെല്ലാം ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മമായി സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലാർഹമായ പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും ചെയ്യുമാറാട്ടെ.
ربنا تقبل منا إنك أنت السميع الدعاء. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وأصحابه أجمعين. تقبل الله منا ومنكم. أخذني بفضلك يا السلام جامع مع ركبتين يعني فقلب الرجال خبر أخذني بفضلك يا السلام جامع مع ركبتين يعني فقلب الرجال Dari Ca'asani Bersahalat saya Dan dari Ca'asani Bersahalat saya Ikhusku hakwamu Ikhtiru fitilah Alam Jalallahi Adiyai mustilah Terkuina berisaya Umaisa halas saya Terkuina berisaya Umaisa halas saya. Assalamualaikum. നല്ല കൂട്ടുകാരെ മുട്ടുകൂട്ടുകൂടണം നല്ല ശീലമുകളിൽ നിന്നും നാം പഠിക്കണം ചീത്ത കൂട്ടുകാരിൽ നിന്നും നാം അകലണം നമ്മുടെ നബി പറഞ്ഞ കാര്യമറിയണം നല്ല കണ്ടെത്തുന്നകളെ നാം പഠിക്കണം നമ്മുടെ സന്ധിച്ചിറക്കി വിളവെടുക്കണം അഞ്ചു നേരം മുമ്പിൽ കൊണ്ടിടണം ജീവിതം സുജൂദ് കൊണ്ട് ശുദ്ധമാക്കണം വഞ്ചനയും കപടതയും കൈവെടിയണം നെഞ്ചിനുള്ളിൽ ഭക്തിയുടെ തേഞ്ഞിറക്കണം ഉമ്മയെയും മുത്തയെയും അനുസരിക്കണം ഉത്തമദൂതന്റെ ചര്യ പിന്തുടരണം നല്ല കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടണം നല്ല ശീലം അവരിൽ നിന്നും നാം പഠിക്കണം ചീത്ത കൂട്ടുകാരിൽ നിന്നും നാം അകലണം നമ്മുടെ നബി പറഞ്ഞ കാര്യമറിയണം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടല്ലേ? ഞാനൊരു പഴയ ഒരു മെമ്പറാണ്, ഖാലിദ് MP, പഴയ ജിദ്ദ. എന്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ തുടശ്ശേരികളൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാവർക്കും ഈ ആശംസകൾ നേരുകയാണ്. നാട്ടിൽ ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകനൊരു പാട്ട് പാടണമെന്നൊരാഗ്രഹം. അവനെ കൊണ്ടൊരു പാട്ട് പാടിക്കാം, എല്ലാവരും കേൾക്കുക. അസ്സലാമു അലൈക്കും. أنا شاهد شاهد عندي أنا عالم كل بشيء أنا من الله أنا أشكر من الله أغفرك من كريت أغفرك من ذكر മാത്രം കൂട്ടിയുള്ളൊരു ബൈക്കിനാണ് ഇന്നറിഞ്ഞൊഴികെ സാന്ത്വനമേകാൻ തണലേറെ ഇല്ല ജലാലെ നീ ഒഴികെ അഭയസ്ഥാനം ഒഴിവേറെ കൈകൾ കൂട്ടിടാം
സദയം സദയം أنا شاهد شاهد أمر العالم كل شيء أنا من الله أنا أشكر من الله أكرمت ويذكر من كرمه إني دكم كود വരുമ്പോൾ ചൊല്ലിടും കരുണേ കരഞ്ഞു പറഞ്ഞാൽ മാറിടുമെன்று രക്തങ്ങൾ കരഞ്ഞു പറഞ്ഞ കണ്ണീർ മഴയും ചെയ്തൊരു കൈകൾ കൂപ്പിടാം കഥയെല്ലാം ചിരത്തിടാം കഥയെല്ലാം أنا شاهد شاهد همي العالم كل شيء أنا من الله أنا أشكر من الله يا مريم نادا يقولون يقول نادا سبوت لوسيله يا نور وسيله شكر لله شكر لله شكر ഏതായാലും മൈക്ക് അടുത്ത എടുക്കാം. ഞങ്ങളിവിടെ എല്ലാവരും കൂടിയതാണ് നാട്ടില്. എന്റെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മെഹബൂബ് ഇൻഷാല്ലാ മെഹബൂബ് വീട്ടിലാണുള്ളത്. മെഹബൂബ് ഇപ്പോൾ അവിടെ ബൈലക്സ് ഇല്ലാത്തതിന്റെ പേരില് നെറ്റ് കണക്ഷൻ ഇല്ലാത്തതിന്റെ പേരിലാണ് അവിടെ നമ്മൾ ബന്ധപ്പെടാത്തത്. ഏകദേശം ജിദ്ദയില് ഒരു 8 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മള് എപ്പോഴും ബൈലക്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോ നമ്മളെ ഇസ്ലാഹ് റേഡിയോയിൽ മാത്രമാണ് കാൽബിക്കയാണ്. അതേ കാൽബിക്കയാണ്. ഇസ്ലാഹ് റേഡിയോയിൽ കാര്യങ്ങൾ എന്ന് കേൾക്കാറുണ്ട്. നമ്മളെ ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഇതുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കാറില്ല. ആ ഒരു പ്രയാസമുണ്ട്. കാരണം അവിടെ നെറ്റ് കണക്ഷന് ശരിക്കും കിട്ടാറില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അത് ഏതായാലും അൽഹംദുലില്ലാ ഇനി ഇങ്ങനെ ഒരു കുറച്ച് സമയങ്ങളിൽ സംസാരിക്കാൻ പറ്റിയത് ഒരു സന്തോഷമുണ്ട്. എവിടെ നമ്മളെ തോണശ്ശേരിയോടൊന്നും കാണുന്നില്ലല്ലോ. അത് കാൽവിക്കയില് ഇപ്രശ്ശേരി മനസ്സിലായല്ലേ സാറക്കല്ലാഫി. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഇവിടെ കുറച്ചു നേരം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ ഇനി സംസാരിക്കാം. എല്ലാവരും എന്തായാലും ഞാൻ ഇന്നലെ കേട്ടിരുന്നു, കാര്യങ്ങൾ വിശദമായി കേട്ടിരുന്നു. ഉമർ ഫൈസി അതുപോലെ സക്കറിയാസറായിന്റെ പരിപാടി. അൽഹംദുലില്ലാ ഏതായാലും കാര്യം നടക്കട്ടെ. മകനാണ് ഇപ്പോ പാടിയത്. പാടാൻ താല്പര്യമുള്ള പയ്യനാണ്. ഇൻഷാല്ലാ ഇനിയും ഇൻഷാല്ലാ സാഹചര്യം ഉണ്ടെങ്കിൽ ഇനിയും പാടാം. നമ്മളൊരു പ്രായ പാട്ടുണ്ട്, നമ്മൾ പാടും. പക്ഷേ ഏതായാലും നോക്കട്ടെ, ആരെങ്കിലും ഒക്കെ പാടുകയാണെങ്കിൽ നമുക്കും കൂടെ പാടാം. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാർക്ക് തിരുവനന്തപുരം MSM മുട്ടപ്പലം യൂണിറ്റിന്റെ കൃത്യമായ ഈദാശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.
لنا رب سوى لا إله إلا الله لا إله إلا الله لا إله إلا الله ما لنا رب سوى ربنا رب القلوب وهو علام الغيوب في الشروق وفي الغروب نوره يسدي العصا ربنا الهادي الودود فضله منه الوجوه عفوه خير الوجوه فارتجي دوما رضاه فارتجي دوما رضا لا إله إلا الله لا إله إلا الله لا إله إلا الله ما لنا رب سوى الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ലോകമെമ്പാടുമുള്ള മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കും അൽ ഇസ്ലാഹ് റേഡിയോ ശ്രോതാക്കൾക്കും തിരുവനന്തപുരം സലഫി സഹോദരങ്ങളുടെ ഹൃദ്യമായ ഈദാശംസകൾ. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഉത്തമ തരൂ